ഹായ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത് നോക്കിയയുടെ ഒരു കുഞ്ഞു കീപാഡ് കാൻഡിബ ഫോണുമായിട്ടാണ്. ഇതുമായി നിങ്ങളുടെ മുമ്പിൽ എത്താൻ കാരണം ഇത് 2007 കമ്പനി പുറത്തിറക്കിയ ഒരു പ്രശസ്തമായ മോഡലിന്റെ റീലോഞ്ച് ആയതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം നോക്കിയ 2007 പുറത്തിറക്കിയ നോക്കിയ 5310 എക്സ്പ്രസ് മ്യൂസിക് മില്യൺ കണക്കിനായിരുന്നു മാർക്കറ്റിൽ വിറ്റുപോയതെന്ന്. അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്യാനുള്ളത്, പരിചയപ്പെടാനുള്ളത് ഈ കുഞ്ഞു ഫോണായ നോക്കിയ 5310 ആണ്. ഇതാണ് നമ്മുടെ നോക്കിയ 5310. നോക്കിയ 5310 എക്സ്പ്രസ് മ്യൂസിക് ലോഞ്ച് ചെയ്തത് 2007 നമുക്കറിയാം അതിൻ്റെ സ്ലിം ആൻഡ് സ്ലിക്ക് ഡിസൈൻ കൊണ്ടും അതിൻ്റെ ക്രിസ്റ്റൽ ക്ലാരിറ്റി സൗണ്ട് കൊണ്ടും മില്യൺ കണക്കിന് ഫോണുകളായിരുന്നു അന്ന് മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു പോയത്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നോക്കിയ വീണ്ടും അവരുടെ നോക്കിയ 5310 റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് നോക്കിയ 2 മോഡലുകളായിരുന്നു റീലോഞ്ച് ചെയ്തത്. റെട്രോ ഡിസൈനിൽ നോക്കിയയുടെ ഏറ്റവും ഫേമസ് ആയ മോഡലായ നോക്കിയ 3310, പിന്നെ നോക്കിയ മാട്രിക്സ് ഫോൺ 8110 അത്. ഈ ഫോൺ മേഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. ഫോണിൻ്റെ കളർ വരുന്നത് വൈറ്റ് ആൻഡ് റെഡ് ആണ്. മറ്റൊരു കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. പക്ഷേ ഞാൻ ചൂസ് ചെയ്തത് വൈറ്റ് ആൻഡ് റെഡ് ആണ്. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3399 രൂപയാണ്. ഇതിൻ്റെ പിന്നിലായി ഇതിൻ്റെ കുറച്ച് ഫീച്ചറുകൾ കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 2.4 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ഡുവൽ സ്പീക്കേഴ്സ് കമ്പനി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ഇതൊരു മ്യൂസിക് ഓറിയൻറ്റഡ് ഫോൺ ആയതുകൊണ്ട് തന്നെയാണ് ഫീച്ചർ ഫോണായിട്ടും ഇതിന് കമ്പനി ഡുവൽ സ്പീക്കേഴ്സ് നൽകിയിട്ടുള്ളത്. പിന്നെ FM റേഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം സാധാരണ ഫോണുകളിൽ ഹെഡ്സെറ്റോ ഇയർഫോണോ പിൻ ചെയ്യാതെ FM ലഭിക്കുകയില്ല. എന്നാൽ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഏത് സമയം വേണമെങ്കിലും നമുക്ക് FM റേഡിയോ ഓൺ ചെയ്യാവുന്നതാണ്. പിന്നെ MP3 പ്ലെയർ വിത്ത് ഈക്വലൈസർ, മൈക്രോ SD കാർഡ് സ്ലോട്ട് അപ് ടു 32 GB ആണ് ഇതിൻ്റെ സപ്പോർട്ട്. പിന്നെ ഇതിൻ്റെ ടോക്ക് ടൈം ആൻഡ് സ്റ്റാൻഡ് ബൈ ടൈം വരുന്നത് സിംഗിൾ സിമ്മിലാണെങ്കിൽ 20.7 ഹവേഴ്സും സ്റ്റാൻഡ് ബൈ ആണെങ്കിൽ 30 ഡേയ്സുമാണ്. അത് ഡുവൽ സിമ്മിലാണെങ്കിൽ സെയിം 20.7 ഹവേഴ്സ് തന്നെയാണ് ടോക്ക് ടൈം വരുന്നത്. അതിൻ്റെ സ്റ്റാൻഡ് ബൈ ആണെങ്കിൽ 22 ഡേയ്സ്. മറ്റു ഫീച്ചറുകൾ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ബ്രൗസർ, ഗെയിംസ്, വീഡിയോ പ്ലെയർ, ക്യാമറ വിത്ത് ഫ്ലാഷ്, പിന്നെ ടോർച്ച് എന്നിവയൊക്കെയാണ് മറ്റു ഫീച്ചറുകളായി കമ്പനി ഇതിന് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നോക്കിയ 5310 എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണാം. Nokia 5310 is here. ഇനി ഇതിൻ്റെ റീറ്റെയിൽ ബോക്സിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. തീർച്ചയായും ആദ്യമായി ഇതിൻ്റെ ബാറ്ററിയാണ്. ഇത് വരുന്നത് 1200 mAh ആണ്. പിന്നെ ഇതിൻ്റെ മൈക്രോ USB ചാർജർ, പിന്നെ 3.5 mm ഓഡിയോ ജാക്കോട് കൂടിയ ഇയർഫോൺ, പിന്നെ ക്വിക്ക് ഗൈഡ്, യൂസർ മാനുവൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റീറ്റെയിൽ ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി നമ്മുടെ നോക്കിയ 5310 പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാറ്ററിക്ക് പിന്നിലായി 2 സിം സ്ലോട്ടുകളും സിം 1 സിം 2 പിന്നെ മൈക്രോ SD കാർഡ് സ്ലോട്ടുമാണുള്ളത്. ഏതായാലും ബാറ്ററി ഇൻസെർട്ട് ചെയ്യാം.
വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ ബാക്ക് ക്ലോസ് ചെയ്യാൻ. Nokia. ആ സൗണ്ട് തീർച്ചയായും നോക്കിയയുടെ ഈ സ്റ്റാർട്ടപ്പ് ട്യൂണിന് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനം തന്നെയുണ്ട്. നമുക്കറിയാം ഇതൊരു മ്യൂസിക് ഓറിയൻറ്റഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ കമ്പനി ഇതിന് ഒരുപാട് ഡെഡിക്കേറ്റഡ് ബട്ടണുകൾ നൽകിയിട്ടുണ്ട്. പ്ലേ പോസ്, പ്രീവിയസ്, നെക്സ്റ്റ്, പിന്നെ വോളിയം അപ്പ്, വോളിയം ഡൗൺ. ഇതിൻ്റെ മുകളിലായി ചാർജിങ് പോർട്ടും പിന്നെ 3.5 mm ഓഡിയോ ജാക്കും നൽകിയിട്ടുണ്ട്. താഴെ വശത്തായി മറ്റൊന്നും തന്നെ ഇല്ല. ഇതാണ് ഇതിൻ്റെ മെനു. ജസ്റ്റ് വ്യൂ, ഡിഫോൾട്ട് വ്യൂ, കോണ്ടാക്ട്സ്, ഫോട്ടോസ്, ഫേസ്ബുക്ക്, മെസ്സേജിങ്, ബ്രൗസർ, ഇന്റർനെറ്റ്, മൊബൈൽ സ്റ്റോർ, ക്യാമറ, മ്യൂസിക്, റേഡിയോ, സ്നേക്ക്, വെതർ സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പ് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഫയൽസ്, നോട്ട്സ്, Asphalt 6, Assassin's Creed, ഇതൊക്കെ മിക്കവാറും ഡെമോ ഗെയിംസ് ആയിരിക്കാം. എന്തായാലും നമുക്കിതിൻ്റെ റേഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. Insert headset to get better performance. Such all stations. വോളിയം ഏറ്റവും ലോ ലെവലിലാണുള്ളത്. റിയലി അമേസിങ് സൗണ്ട്. നോക്കിയ എക്സ്പ്രസ് മ്യൂസിക്കിന്റെ ആ പാരമ്പര്യം വീണ്ടും നിലനിർത്തി എന്ന് തന്നെ വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം. Really amazing sound. ഒരു നോക്കിയ ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഇറങ്ങി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അതിൽ സ്നേക്ക് ഗെയിം ഉണ്ടോ എന്നാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മൊബൈൽ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഫേമസ് ആയൊരു ഗെയിം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മുമ്പത്തെ 3310 ഒക്കെ വന്ന സ്നേക്കിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് ഇതിൽ പ്രീ ഇൻസ്റ്റാളായി വന്നിട്ടുള്ളത്. തീർച്ചയായും നമ്മളെല്ലാം മുമ്പ് നോക്കിയയുടെ ഫോണിൽ സ്നേക്ക് ഗെയിം മത്സരിച്ച് കളിച്ചവരാണ്. Really good. Asphalt 6. ഈ ഗെയിമും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഇതൊരു ഡെമോ വേർഷനാണ്. വേണമെങ്കിൽ നമുക്കിത് വാങ്ങാവുന്നതാണ്. മുമ്പത്തെ നോക്കിയയുടെ സീരീസ് 40 ജാവ ഫോണുകളിൽ തീർച്ചയായും നാം എല്ലാവരും ഇങ്ങനെയുള്ള ഒരുപാട് ഗെയിമുകൾ കളിച്ചവരാണ്. ഇതൊന്നും നമുക്ക് തീർച്ചയായും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി തന്നെയാണ് നോക്കിയ നമ്മുടെ ജനറേഷന് നൽകിയത്, പ്രത്യേകിച്ച് 90s ജനറേഷൻ. പലപ്പോഴും ചിന്തിക്കാറുണ്ട് അന്നേരത്തെ ആ ഒരു നോക്കിയയുടെ സീരീസ് 40 ഫോണുകളിൽ ലഭ്യമായ പല ടൈറ്റിലുകളും ഇന്നത്തെ ആൻഡ്രോയിഡ് OSലും iOSലും കാണാനില്ല. ആകെ 8 MB ആണ് ഇതിൻ്റെ റാം വരുന്നത്. റിയലി നൈസ്. ഇനി ഇതിൻ്റെ ക്യാമറ തീർച്ചയായും നമുക്കറിയാം ഒരു കീപാഡ് ഫോണിൽ, ക്യാനിബാർ ഫോണിൽ അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ നിലനിർത്തുന്നതിൽ ഒരു പരിമിതിയുണ്ട്. എന്നാലും നോക്കിയയുടെ കീപാഡ് ഫോണുകളിൽ അത്യാവശ്യം ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ക്യാമറ നൽകാറുള്ളത്.
അപ്പോൾ ഇതാണ് നോക്കിയ 5310. വളരെ ബ്യൂട്ടിഫുള്ളായി തന്നെയാണ് ഇതിനെ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു നോക്കിയ എക്സ്പ്രസ് മ്യൂസിക്കിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വളരെ ഭംഗിയായാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കമ്പനി. നമ്മളിൽ പലരും സ്മാർട്ട് ഫോണിന്റെ കൂടെ റഫ് യൂസിനായി ഒരു കീപാഡ് കാൻഡി ബാർ ഫോൺ കൂടെ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ സ്മാർട്ട് ഫോണുകൾ മാത്രം വാഴുന്ന ഈ കാലത്ത് നല്ലൊരു കീപാഡ് ഫോണിന്റെ ലഭ്യതക്കുറവ് മാർക്കറ്റിൽ നന്നായി ഉണ്ടെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ നല്ലൊരു കീപാഡ് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും നോക്കിയ 5310 അതിന്റെ നല്ല ഡിസൈൻ കൊണ്ടും അതിന്റെ സൗണ്ട് ക്വാളിറ്റി കൊണ്ടും നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുപരി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്താൻ ഞാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ.